എന്ത് ചെയ്യും? ഈ നിയമങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പെൺകുട്ടി മൊഴി വന്നു കൊടുത്തു, പെൺകുട്ടി പരാതിക്കാരിയാണെന്ന് പറഞ്ഞു, മതി, ആസാനമായി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമേ നടക്കുന്നില്ല എന്നാണ് ചില ആൾക്കാരുടെ വിചാരം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം സ്ത്രീകളെല്ലാം കുഴപ്പക്കാരാണെന്നും പുരുഷന്മാരും പീഡനം അനുഭവിക്കുന്നുണ്ടെന്നും സ്ത്രീകളെല്ലാം കള്ളികളാണെന്നും പലപ്പോഴും അങ്ങനെ ആണിന്റെ വേദനയും പ്രശ്നം പറയുമ്പോൾ ആൾക്കാർ കളിയാക്കുകയും ഇവരെല്ലാം പീഡകന്മാർക്ക് വേണ്ടി എന്ന് പറയാറുണ്ട്. നാളെ നിങ്ങളുടെ കുട്ടികളോ മറ്റോ +2 പഠിക്കുകയാണ്. അങ്ങനെ +2 പഠിക്കുമ്പോൾ അവർക്ക് ഒരു അഫയറോ ഇഷ്ടമുണ്ടായി, മറ്റേ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒരു പോക്സോ കൊണ്ട് കൊടുത്തു. അങ്ങനെ 20 വർഷം കിട്ടിക്കിടക്കുന്ന ആൾക്കാർ നമ്മുടെ ജയിലിലുണ്ട്. +1ലും +2ലും പഠിക്കുന്നു. 2 കുട്ടികൾക്കും പരസ്പരം ഇഷ്ടമാണ്. അവർക്ക് കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൊണ്ട് പോലീസ് കേസ് കൊടുത്തു. പയ്യൻ 20 വർഷം കോടതി അടിച്ചു കൊടുത്തു. അതായത് ഒരുത്തനെ കൊന്നാ കിട്ടുന്നതിനെക്കാട്ട് കൂടുതൽ വർഷം. വേറെ ശ്രീകാന്ത് നമ്പൂതിരി എന്ന് പറഞ്ഞൊരു പയ്യൻ കിടപ്പുണ്ട്. അവൻ ഇതേപോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. വീട്ടുകാർക്ക് ഇവനെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. വീട്ടുകാർക്ക് ഇവനെ എങ്ങനെങ്കിലും അവോയ്ഡ് ചെയ്യണം കൊണ്ട് പോക്സ് കൊണ്ട് കൊടുത്തു. പെൺകുട്ടിയുടെ അമ്മ അവളെ വിളിച്ച് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തു, ഞാൻ ആത്മഹത്യ ചെയ്യും, നീ അവനെതിരെ പരാതി കൊടുത്തില്ല. പെൺകുട്ടി അവിടെ ഇവിടെ തൊടാത്തൊരു മൊഴി കൊടുത്തു. അവന് 20 വർഷം കിട്ടി. 20 വർഷം ഒരുത്തനെ ജയിലിലിടാൻ എന്ത് ബേസിലാണ് നിയമങ്ങൾ? വളരെ ഈസിയല്ലേ. കുട്ടികൾ കേന്ദ്രന് 6.5 മാസം ഒളിവിൽ കഴിയും. കുട്ടികൾ കേന്ദ്രന് സെറീന എന്നൊരു ഭാര്യ പോരാടാനുള്ളതോട് മാത്രമാണ് അയാൾ ജീവിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യും? ഈ നിയമങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പെൺകുട്ടി മൊഴി വന്നു കൊടുത്തു, പെൺകുട്ടി പരാതിക്കാരിയാണെന്ന് പറഞ്ഞു, മതി, ആസാനമായി. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരുടെയും വിചാരം നമ്മൾ ലോകത്തുള്ള സകല ആണുങ്ങളെയും, അതായത് പീഡകന്മാരെയും ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഇങ്ങനെയും കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് കാര്യങ്ങളും ഒക്കെ നമ്മളെ ചുറ്റുപാട് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ചില ആളുകളുടെ വിചാരം ഇങ്ങനെയൊന്നും നടക്കുന്നേയില്ല, സ്ത്രീകൾ മാത്രമേ പീഡനം അനുഭവിക്കുന്നുള്ളൂ എന്നാണ് വിചാരം. ആണുങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണെന്നറിയാമോ? അത് ഈ ചില പാവാടതാങ്ങികളാണ്. അതായത് ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുള്ളൂ. ശരിയാണ്, നമ്മൾ പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ ചിലപ്പോൾ സ്ത്രീകളായിരിക്കാം കൂടുതൽ അനുഭവിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഒരു 10% ആണുങ്ങൾ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ അത് വേദന അല്ലാതാവുമോ? അതോ അവരനുഭവിക്കട്ടെ എന്നുള്ളതാണോ? പല പാവാടകളുടെ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർ കൂടുതലും സ്ത്രീകളെയാണ് ന്യായീകരിക്കുന്നത്. അതായത് ഈ തെറ്റ് ചെയ്തത് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ പോയി ഈ സ്ത്രീകളെ ന്യായീകരിക്കുക. എന്ത് കാര്യത്തിന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമേ നടക്കുന്നില്ല എന്നാണ് ചില ആൾക്കാരുടെ വിചാരം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഈ അശ്വന്ത് കോക്കിൻ്റെ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഇദ്ദേഹം നമ്മുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയാണ്. അതിനകത്ത് ആണുങ്ങൾ ഇതുപോലെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ആ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂവിൽ ഇദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. ആദ്യം ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം. ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരും നാട്ടിൽ പീഡനം അനുഭവിക്കുന്നുണ്ട് സ്ത്രീകളുടെ അടുത്തുനിന്ന് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമം ശരിയില്ലെന്ന് പറയുന്നത് എന്താ എനിക്ക് മനസ്സിലായില്ല. ഇത് ഇദ്ദേഹത്തിന് മനസ്സിലാകത്തില്ല. നിയമം ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സംരക്ഷണ നിയമം വേണം, അത് ശരി തന്നെയാണ്. പക്ഷേ അവിടെ പറഞ്ഞാൽ ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പുരുഷനെ എടുത്ത് അകത്തിടുന്നുണ്ട് ബ്രോ. നിങ്ങൾ എന്തുകൊണ്ട് അതൊന്നും മനസ്സിലാക്കുന്നില്ല? അല്ലെങ്കിൽ ഒരു സ്ത്രീ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ തെളിവോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ആ സ്ത്രീയുടെ വാക്ക് തന്നെയാണ് വലുത്. അതൊന്നും ഇദ്ദേഹം അറിയുന്നില്ലേ? ഇനി അടുത്ത ബാക്കി കൂടെ കേൾക്കാം. ഇത്രയും നിയമം സംരക്ഷണം നൽകിയിട്ടും നാട്ടിൽ ഡെയിലി നടക്കുന്ന ഓരോ ഡൊമസ്റ്റിക് വയലൻസും ഓരോ വീട്ടിൽ നടക്കുന്നത് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ സ്ത്രീകൾ നാട്ടിൽ അനുഭവിക്കുന്നുണ്ട് ഓരോ കുടുംബത്തിനകത്തും. അത് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം സ്ത്രീകളെല്ലാം കുഴപ്പക്കാരാണെന്നും പുരുഷന്മാരും പീഡനം അനുഭവിക്കുന്നുണ്ടെന്നും സ്ത്രീകളെല്ലാം കള്ളികളാണെന്നും സെൽഫിഷ് ആണെന്നൊക്കെ കാണിക്കുന്ന തരത്തിൽ അത് ഓക്കെ. ഇതിൽ കണ്ടോ അദ്ദേഹം പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, ഇത്ര നിയമസംരക്ഷണം ഉണ്ടായിരുന്നു, ഓക്കെ, അത് അംഗീകരിക്കുന്നുണ്ട് സഹോദരൻ, അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഇത്രയോ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും സ്ത്രീകളാണ് 80% സ്ത്രീകൾ ഇതുപോലെ അനുഭവിക്കുന്നുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. പക്ഷേ എന്നും കൊണ്ട് മറ്റേതല്ലാതാകുന്നില്ലല്ലോ. അത് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം എന്നാണ് പറയുന്നത്. ഇദ്ദേഹം സിനിമയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ സ്ത്രീധനം, ഭാര്യ, അങ്ങനെ എത്രയോ സിനിമകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരവസ്ഥകളെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്ന എന്തുമാത്രം സിനിമകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ പുരുഷൻ്റെ ഭാഗത്തു നിന്ന് ഇറങ്ങിയ ഒരു സിനിമയാണ് ഈ ആഭ്യന്തര കുറ്റവാളി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ പോയി, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ ആ സിനിമ അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇദ്ദേഹത്തിന് ഈ സംസാരം. ഒന്ന് ആലോചിച്ച് നോക്കി. പുരുഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ പറയുകയാണ് സ്ത്രീകൾ എന്തുമാത്രം അനുഭവിക്കുന്നു, അത് അഡ്രസ്സ് ചെയ്യാൻ. അതെങ്ങനെ ശരിയാകും? പുരുഷൻ്റെ ഭാഗത്ത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ, പുരുഷനും ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് കാണിക്കുന്ന ഒരു സിനിമ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ബാക്കിയുള്ളവരുടെ അനുഭവം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ശരിയാകും? ഇദ്ദേഹം ഒരു സിനിമാ നിരൂപകനാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്നതിൻ്റെ അകത്ത് ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ഒരു ബോക്സിങ്ങിൻ്റെ സിനിമ എടുക്കുകയാണ്. ബോക്സിങ് സ്പോർട്സ് സിനിമകൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ബോക്സിങ്ങിനെ കൂടുതലായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ബോക്സിങ് എന്താണെന്നൊക്കെ നമ്മളെ മനസ്സിലാക്കി തന്നിട്ട് നമ്മളെ അതിനകത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ആ സിനിമ, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ബോക്സിങ് കാണിക്കുന്നതിൻ്റെ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഇദ്ദേഹം റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും അതെന്താ ഇവിടെ ബോക്സിങ് മാത്രമുള്ളോ, ഈ കരോട്ട ഉണ്ടല്ലോ, കുങ്ഫു ഉണ്ടല്ലോ, അതെൻ്റെ ഇടപാട് അതും കൂടെ കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് യുക്തി ഒന്ന് എങ്ങനെയായിരിക്കും അതിൻ്റെ അകത്ത് യുക്തി? എനിക്ക് മനസ്സിലാകുന്നില്ല.
അപ്പോൾ ഈ നിയമം കൊണ്ട് പുരുഷൻ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളും മറ്റും കാണിക്കുന്ന സിനിമ എഴുതുമ്പോഴത്തേക്കും പ്രേക്ഷകർക്ക് അതിനകത്തോട്ട് ഒരു ഇമോഷണൽ കണക്ടിവിറ്റി വരണം എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ടി വരും. മനസ്സിലായോ? അല്ലാതെ അതിനകത്ത് സ്ത്രീ അനുഭവിക്കുന്ന പ്രയാസങ്ങളും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ അവരെന്താണോ ഉദ്ദേശിച്ചത് നടപ്പിലാകാതെ വരും. അത് ഇദ്ദേഹത്തിന് മനസ്സിലായി. വലിയ സിനിമാ നിരൂപകനാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ. നമ്മൾ ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണോ എഴുതുന്നത് അപ്പോൾ ആ സബ്ജക്റ്റിനെ കുറച്ച് കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് വെക്കും. പിന്നെ ഇദ്ദേഹം പറയുന്ന പോലെ സ്ത്രീകൾ അതിനകത്ത് എല്ലാവരും മോശക്കാരാണെന്നൊക്കെയാണ് കാണിക്കുന്നതെന്ന്. ഇത് എങ്ങനെയാണ് കണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്തായാലും OTT ഉണ്ടല്ലോ, പോയി ഇന്ന് കണ്ടു നോക്കൂ. ആ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമയിൽ എവിടെയാണ് എല്ലാ സ്ത്രീകളും മോശക്കാരാണെന്ന് അവിടെ എവിടെയാണ് പറഞ്ഞു വെക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനകത്ത് ആ നായകൻ്റെ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ വേറെ ഉണ്ട്, ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനകത്ത് എവിടെയാണ് സ്ത്രീകളെ മൊത്തത്തിൽ അടിച്ചാക്ഷേപിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കോടതി രംഗങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും കുടുംബ കോടതി ചെന്ന് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള കേസുകളല്ലേ കൂടുതലും വരുന്നത്. ഇപ്പോൾ ഇവിടെ നായയുടെ കഥ എഴുതിയാലും പൂച്ചയുടെ കഥ എഴുതിയാലും നമുക്ക് ആ നായയോടോ പൂച്ചയോടോ ഇമോഷണൽ കണക്ഷൻ തോന്നണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യണം. അല്ലാതെ അന്നേരത്തേക്ക് ആ സിനിമ പോയി കണ്ടിട്ട് അതിന് ശേഷം അയ്യോ ഇവിടെ മനുഷ്യൻ്റെ കഥ പറയാനായിട്ട് ആരുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ട്. ഇതിലെ കഥാപാത്രം അങ്ങനെ ആയിരിക്കും എഴുതി വെച്ചത്. അങ്ങനെ കഥാപാത്രം ഉണ്ടായിരിക്കാം. പക്ഷേ സൊസൈറ്റി അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഉറപ്പൊന്നുമില്ല കേട്ടോ. ഒബ്ജക്റ്റീവ്ലി അഡ്രസ് ചെയ്യുന്ന രീതിയിലൊക്കെ സിനിമ എടുത്തൊക്കെ പറഞ്ഞാൽ ചില്ലറ വിവരക്കേട് പോരാന്നു. ഇതൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവാം എന്നാണ് പറയുന്നത്. ഉണ്ടാവാം എന്നല്ല, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് മനസ്സിലാക്കുക. ശ്രീലക്ഷ്മി അറക്കയോ ഭാഗ്യലക്ഷ്മിയോ ദിയാസനും ഇപ്പൊ സൈലന്റ് ആണ്. അപ്പൊ നിങ്ങളെയൊന്നും സ്ത്രീകൾക്ക് പോലും വേണ്ട. കാരണം മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് നിങ്ങളെ വേണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മാസങ്ങളോളമാണ് ആശാവർക്കർമാർ സമരം ചെയ്തത്. ഞങ്ങളവിടെ പോയിരുന്നു. നിങ്ങൾ ഏതെങ്കിലും ഫെമിനിസ്റ്റുകൾ അവിടെ പോയി ₹1 കൊടുക്കുകയോ അല്ലെങ്കിൽ ₹1 സാധനം കൊടുക്കുകയോ ചെയ്തു. അപ്പൊ ഇതൊന്നും കൊടുക്കാത്ത നിങ്ങൾ ഇനിയിപ്പോ സ്ത്രീ സംരക്ഷണമെന്നോ അല്ലെങ്കിൽ അതിജീവിതയുടെ എന്തോ പൊക്കുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ സംസാരിക്കാതിരിക്കുക. അദ്ദേഹം പറയുന്നത് ശരിയല്ലേ? സ്ത്രീകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തുമാത്രമുണ്ട്. അതിനെ എവിടെയെങ്കിലും ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ അഡ്രസ്സ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവർ കുറേ സെലിബ്രിറ്റികളായിട്ടുള്ള കുറേ പെണ്ണുങ്ങളുടെ പുറകെയും അല്ലെങ്കിൽ ആ പുരുഷ വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതല്ലാതെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ ആശാവർക്കർമാരുടെ കാര്യത്തിലൊക്കെ എന്താ ഇവർ ഇടപെടാത്തത്? അത് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ സ്ത്രീകൾ എന്തെല്ലാം അനുഭവിക്കുന്നു, അതിലൊന്നും ഇടപെടുന്നില്ലല്ലോ. ഇദ്ദേഹം പറഞ്ഞ പോലെ നല്ല ബുദ്ധിയും വിവരമുള്ള സ്ത്രീകൾക്കൊന്നും ഇവരോടൊന്നും താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു ഒരു 90% ഈ സ്ത്രീകൾ, 95% സ്ത്രീകളും ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞ ആൾക്കാരെ തള്ളിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിലൊരു 5% വല്ല ആൾക്കാർ വല്ല ഇവരെ സപ്പോർട്ട് ചെയ്തെങ്കിലായി. പിന്നെ കൂടുതൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആ സ്ത്രീകളെക്കാളും കൂടുതൽ ഞാൻ ഈ പറഞ്ഞ കുറച്ച് പാവാടകളാണ്. മനസ്സിലായോ? ഇവന്മാരാണ് കൂടുതലും ഇവരുടെ പുറകെ നടക്കുന്നത്. നമ്മൾ പല കമൻറ്റ് ബോക്സിലും കണ്ടിട്ടുണ്ട്. നല്ല വിവേകമുള്ള സ്ത്രീകൾ ആരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഒട്ടുമിക്ക കമൻറ്റ് ബോക്സിലും നമ്മൾ നോക്കുമ്പം ചില ഈ പാവാടകളായിട്ടുള്ളവരാണ് കൂടുതൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുമാതിരിപ്പെട്ട സ്ത്രീകളെല്ലാം വന്നിട്ട് ഇവരെ തള്ളിക്കളയുക തന്നെ ചെയ്യുന്നത്. അതാ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. സ്ത്രീകൾക്ക് പോലും ഇവരെ വേണ്ട, സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല. ചുമ്മാ ഏതാണ്ട് വട്ടപ്പൊട്ടും കുറേ വട്ട കണ്ണാടിയും വെച്ചുകൊണ്ട് ഇവിടെ മൂക്കിൻ്റെ ഇവിടെ കൊണ്ടിട്ട് കമ്മലെന്ന് പറഞ്ഞാൽ മൂക്കേറും ഇട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ എന്താ ഇവർ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല. ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ സകല പുരുഷന്മാരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല നടക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു 80% പുരുഷന്മാർ ചീത്തയാണെന്ന് തന്നെ വെച്ചോ. പക്ഷേ ഇതിനകത്ത് ഒരു തെറ്റും ചെയ്യാത്തവർ ഈ നിയമത്തിൻ്റെ പേരിൽ എന്തിനാണ് ഇവരെ കുറിച്ച് തറയ്ക്കുന്നത്? ഞാൻ ചെയ്ത വീഡിയോയിൽ ഏറ്റവും റീച്ച് കുറവ് വീഡിയോ ആണെന്നറിയോ? അതായത് ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഈ സ്ത്രീ സംരക്ഷണ നിയമമൊക്കെ വന്നോട്ടെ, പക്ഷേ ഈ സ്ത്രീ സംരക്ഷണ നിയമം മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേസ് തിരിച്ചു വരണം. മനസ്സിലായോ? ആരെങ്കിലും ഒരു കള്ളക്കേസ് കൊടുക്കുക, ഈ നിയമത്തിൻ്റെ പിൻബലത്തിൽ കൊണ്ട് ഒരു സ്ത്രീ കൊണ്ട് ഒരു പുരുഷനെതിരെ ഇതുപോലെ ഒരു കള്ളക്കേസ് കൊടുത്തു. ഇത് കള്ളക്കേസാണെന്ന് തെളിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തിരിച്ച് നല്ല ഒന്നാന്തരം ശിക്ഷ കിട്ടണം. വേറെ ജീവപര്യന്തമോ അല്ലെങ്കിൽ അതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ പിഴയോ രണ്ടും കൂടിയോ അങ്ങനെ എന്തെങ്കിലും സാധനം ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു വരണം. ആരും തിരിച്ച് കേസ് കൊടുക്കേണ്ട കാര്യമേ വരരുത്. അതായത് ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിക്കുന്നവർ അല്ല വിചാരിക്കുന്നവർ അന്നേരത്തേക്ക് ഒന്ന് ആലോചിക്കും, ഇത് കൊടുക്കണോ? കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങാനും തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് കറങ്ങി തിരിഞ്ഞ് എൻ്റെ പിള്ളയ്ക്ക് വരുമല്ലോ എന്ന് പേടിച്ചെങ്കിലും കള്ളക്കേസ് കൊടുക്കാതിരിക്കും. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പിന്തുണ കിട്ടത്തുള്ളൂ. കാരണം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അതാണ് സംഭവിക്കുന്നത്. കാരണം ശരിക്കും ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമതൊന്ന് ആലോചിക്കും. ഇപ്പോൾ ഈ ബസ്സിലൊക്കെ സംഭവിക്കുന്ന കാര്യമുണ്ടല്ലോ, ശരിക്കും ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരൊന്ന് ആലോചിക്കും, ഇത് ശരിയാണോ, ഇനി വല്ല റീൽസ് വല്ലതും ആണോ, ഉടായ്പാണോ എന്ന് ആൾക്കാർ ചിന്തിക്കും.